സർബത്ത് അഥവാ പുതിന സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചൂടിന് ഏറ്റവും നല്ല ഒരു ഡ്രിങ്കാണിത്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് പുതിന എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കയ്യിൽ പിടിയിൽ ഒതുങ്ങുന്ന അത്രയും മതിയാവും. ഇങ്ങനെ അമക്കാതെ ഒരു കൈപ്പിടി. അപ്പം ഇങ്ങനെ ഒരു കൈപ്പിടി പുതിന ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂൺ. പുളി അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക എന്തോരം വേണമെന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര മധുരത്തിനനുസരിച്ച്, പിന്നെ ഒരു നുള്ള ഉപ്പ്, പിന്നെ ഇതിനാവശ്യമായിട്ട് വെള്ളം. ഇതിപ്പോൾ നോർമൽ വാട്ടറാണ്. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ, ഇത് തികച്ചും ഓപ്ഷണലാണ്, ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഉണ്ടാക്കുന്നതിന് ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് ഈ ഇലയുടെ നീരാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് വെള്ളം ആദ്യമേ ആഡ് ചെയ്യരുത്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അരച്ച് നോക്കുക. പോരെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ അരയ്ക്കുക. പെട്ടെന്ന് ആകുന്നതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം ചേർക്കേണ്ട. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ച് നോക്കട്ടെ. എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിത് ഇവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ വെള്ളം വേണ്ട. ഓൾറെഡി ഈ ഇലയിൽ അല്പം വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കൈപ്പിടി കൊണ്ട് നമുക്കൊരു 2 ഗ്ലാസ് വരെയൊക്കെ ഇത് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെറ്റ് ചെയ്യാൻ, അതായത് നിങ്ങളിപ്പോൾ വലിയ പാത്രത്തിലാണെങ്കിൽ അങ്ങനെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ നീര് ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പം ഞാനിപ്പം ഇവിടെ 1 ഗ്ലാസ്സേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ആ നീര് ഈ ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ലെമൺ ജ്യൂസ് അല്പം ചേർത്ത് കൊടുക്കാം. ആദ്യം അല്പം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പോരെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. പിന്നെ നമുക്ക് അടുത്തത് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് നിങ്ങൾക്ക് മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര, അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് ഒരുപാട് വേണ്ട, ഒരു പിഞ്ചു മതി ഉപ്പ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കുക. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം അല്പം ഒരു നാരങ്ങ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പുളി അല്പം കൂടെ വേണം എന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യുക. പഞ്ചസാര അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം എനിക്കിതിവിടെ എല്ലാം കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് തണുപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒരു 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മിൻറ്റ് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിൻറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനൊക്കെ വളരെ നല്ല ഒരു ഡ്രിങ്കാണ്. ഇതെന്നും കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ബാക്കി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഹെൽത്ത് ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഒരു റെസിപ്പി കൂടെ വീണ്ടും കാണാം.